പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മാവൂർ പോലീസിലും ബന്ധപ്പെട്ട അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയത്തിൽ മനോവിഷമത്തിലാണ് അദ്ദേഹം അന്ന് മരിച്ചത്. ഉറപ്പാണ്. അതെ. കണക്ക് എഴുതിക്കൊണ്ടിരിക്കായിരുന്നു. കണക്ക് പൂർണ്ണമായിട്ടില്ലായിരുന്നു. ഈ 5-ാം തീയതി കണക്ക് തരാന്ന് പറഞ്ഞാൽ കത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇയാൾ ഈ പ്രസംഗവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇയാൾ പ്രയാസപ്പെടുന്നത്. കണക്ക് ഏകദേശമൊക്കെ തന്നിട്ടുണ്ട്. കണക്ക് ഏകദേശം വാർഡിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള പൈസ ഇതൊക്കെ ഓരോ വാർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ വാർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സുഹൃത്തുക്കളെ സഹായത്തിന് കൂട്ടും. നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് പൈസ അടച്ചിട്ടുണ്ട്. നല്ല പ്രാവശ്യം അടച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയാണ്. നമ്മളെ അബ്ദുൽ ഹമീദ് പാർട്ടി കൂളിമാട് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഈ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനാണ്. സാംസ്കാരിക രംഗത്ത് മുദ്ര കൂളിമാട്, അതുപോലെ തന്നെ അക്ഷര കൂളിമാട് തുടങ്ങിയ സാംസ്കാരിക സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനും ആ 2 ക്ലബ്ബുകളും സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുമാണ്. ഏതാണ്ട് 19-ാം വയസ്സ് മുതൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ആഭിമുഖ്യം പുലർത്തി ഈ നാട്ടിലെ പൊതു പ്രവർത്തനങ്ങളിൽ മുഴുവൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതുപ്രവർത്തന പാരമ്പര്യം മുൻനിർത്തിയാണ് 2014 അദ്ദേഹത്തെ ആരും ഏറ്റെടുക്കാനുണ്ടായിരുന്നില്ലാത്ത NCPC കുടിവെള്ള പദ്ധതിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് പിടിച്ചു കൊണ്ടുവന്ന് ആക്കിയിട്ടുള്ളത്. ആ കുടിവെള്ള പദ്ധതി 2024 സെപ്റ്റംബർ വരെ ഒരു രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കാതെ, ഉപഭോക്താക്കൾക്ക് യാതൊരു വിധത്തിലുള്ള പരാതിക്കും ഇട നൽകാതെ പൂർണ്ണമായും ജനകീയമായി കൊണ്ടു നടന്ന ആളാണ്. തുടക്കത്തിൽ ഏതാണ്ട് 400ഓളം കണക്ഷൻ ഉണ്ടായത് 2024 ആകുമ്പോഴേക്ക് 900-ത്തിലധികം ഏതാണ്ട് 1000-ഓളം ഉപഭോക്താക്കളായി അത് വർദ്ധിച്ചു. 8 വാർഡിലേക്ക് അതിൻ്റെ പ്രവർത്തനം നീക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ അദ്ദേഹം ഒറ്റക്കാണ് ഈ കാര്യങ്ങൾ. ഏത് തരത്തിലുള്ള പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും വെള്ളം കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു ചുമതലയായി അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പറഞ്ഞ പോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിക് 2 തവണ വിധേയനായി. അദ്ദേഹത്തിന് വണ്ടി കൊടുക്കാത്ത ആളാണ്. നടക്കാൻ കഴിയാത്ത, പലപ്പോഴും ഇത് നടന്നു പോയിക്കൊണ്ടാണ് അദ്ദേഹം കലക്ഷൻ എടുത്ത് വാട്ടർ അതോറിറ്റി അടച്ചുകൊണ്ടിരുന്നത്. ഇത് UDF പറയുന്നതിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അവർ കൊടുത്തിട്ടുള്ള പരാതി. ആ പരാതിയിൽ വാട്ടർ അതോറിറ്റിക്ക് അവർ ബൾക്ക് മീറ്റർ വെച്ചാണ് ഈ സപ്ലൈ ചെയ്തിട്ടുള്ളത്. അവരുടെ വലിയ ടാങ്കിൽ നിന്ന് ഒരു വലിയ മീറ്റർ വെച്ച് ആ മീറ്ററിൽ കൂടി വരുന്ന വെള്ളം ഇവരുടെ വിതരണ ടാങ്കിലേക്കാണ് കൊണ്ടുവരുന്നത്. അവർക്ക് പൈസ അടച്ചില്ലെങ്കിൽ അവർ ആ വെള്ളമാണ് കട്ട് ചെയ്യുക. ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ കറണ്ട് ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് കട്ട് ചെയ്തു എന്നുള്ള ആക്കിയാൽ അവരുടെ രാഷ്ട്രീയം ഇവിടെ വിജയിക്കുമെന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തിയത്. അതുകൊണ്ട് ഹമീദിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഹമീദിനെതിരായി കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത്.